ആനന്ദേട്ടാ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് വല്ലാത്ത തിരിച്ചടിയായിപ്പോയി. ഐശ്വര്യ വീണ്ടും തിരിച്ചു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. കഷ്ടായിപ്പോയി. ഇനിയിപ്പോ ഇവിടെ അശ്വതി, ശ്രീകുട്ടി, പാവം മോള്. ഐശ്വര്യ അവളെ ശരിക്കും സൂക്ഷിക്കേണ്ടവളാ. ആരും അറിയാതെ ആ കുഞ്ഞിനോട് പോലും അവൾ എന്ത് ക്രൂരതയും ചെയ്യും. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാത്തവൾ ഐശ്വര്യ. എല്ലാം കൂടി ഓർക്കുമ്പോ എനിക്ക് തലവേദനിക്കുക. ഈ അവസ്ഥയില് നമ്മൾ അശ്വതി എവിടേക്കാ മാറ്റി നിർത്തുക? ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇനി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് അശ്വതിയെ മാറ്റാന്ന് വെക്കാം. പക്ഷേ ശ്രീകുട്ടിയും കൂടി അശ്വതി കൂടെ കൊണ്ടുപോവില്ലേ? അതാ എനിക്ക് ടെൻഷൻ. എന്നാ പിന്നെ മോളെ ഐശ്വര്യമുള്ള ഈ വീട്ടിൽ നിർത്താന്ന് വെച്ചാ അത് അതിനേക്കാ പ്രശ്നം. അശ്വതി ശ്രീകുട്ടിയും അവരുടെ വീട്ടിൽ നിന്നപ്പോ തന്നെ അവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെന്നവളാ ഐശ്വര്യ. അശ്വതിയുടെ വീട്ടിൽ ഐശ്വര്യ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ പോലും ഇല്ലാതാക്കാൻ ഐശ്വര്യ മടിക്കില്ല. അത്രയ്ക്ക് പകയാ ഐശ്വര്യക്ക് അശ്വതിയോടും നമ്മുടെ മോളോടും ഉള്ളത്. താനിങ്ങനെ ടെൻഷൻ ആവാതെ വരട്ടെ. നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ശ്യാമ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഒരു തീരുമാനം എടുക്കാം. ശ്യാമ ഇതിനെന്തെങ്കിലും വഴി കാണും, ഉറപ്പല്ലേ? അത് ശരിയാ. ശ്യാമ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല. ശ്യാമയോട് സംസാരിക്കാം, അതാ നല്ലത്. അവള് ഐശ്വര്യ, അവളെന്റെ അരുണിനോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറക്കില്ല. എന്നിട്ട് പോലീസിനെ കൂട്ടി ഒരു നാടകവും. പെട്ടുപോയി, നമ്മൾ ആകെ പെട്ടുപോയി. എല്ലാരെയും വല്ലാത്ത ട്രാപ്പിലാക്കി വെച്ചിരിക്കുക ഐശ്വര്യ. ഐശ്വര്യ അവൾ ഇനി ഇവിടെ ഇങ്ങനെ അധികകാലം വാഴില്ല. അവളെ എന്നേക്കുമായി പുറത്താക്കാൻ എന്താ വഴിയെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ ഐശ്വര്യയോട് ഞാൻ എല്ലാത്തിനും പകരം വീട്ടും. അവക്കൊരു വേലക്കാരിയുടെ സ്ഥാനമാണ് ഞാൻ ഈ വീട്ടിൽ കൊടുക്കാൻ പോകുന്നത്. എന്റെ മനസ്സിൽ ഐശ്വര്യ എന്ന എന്റെ മരുമകൾ, അല്ല സ്വന്തം മകൾ, എന്നേ മരിച്ചു. ഇനി ഐശ്വര്യ എന്റെ ശത്രുവാ, വേറൊരു അടിമയാ. ആനന്ദേട്ടൻ നോക്കിക്കോ, അവളെ, ആ ഐശ്വര്യയെ ഞാനിട്ട് അനുഭവിപ്പിക്കും, ഉറപ്പാ.